நான் பார்க்காமே நீ எங்க போற, നീ പാക്കറ എല്ലാം പാക്കറ എന്നെ. വണ്ടി ഒന്ന് നിർത്താമോ? ഈ ജലാശയത്തിന്റെ അരികിൽ എനിക്ക് ആ പാറയൊന്ന് കാണണം. അതിന്റെ മുകളിൽ ഒരു അമ്പലമുണ്ട്. അതൊന്ന് കാണണം, അടുത്ത് കാണുന്ന പോലെ കാണണം. അങ്ങേയിരിക്കുന്ന കടവുൾ കൃഷ്ണനാണത്രേ. ഇവർ തെന്മല ഡാം കാണാൻ ഇറങ്ങിയതാണ്, തമിഴ്നാട്ടിൽ നിന്നുള്ളവർ. പശ്ചിമഘട്ട മലനിരകൾക്കിടയിൽ കവീര കുന്നുകളിലൊന്നിൽ പളനിയെ അനുസ്മരിപ്പിക്കുന്ന ഒരു മനോഹര ക്ഷേത്രമുണ്ട്. ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് 110 കിലോമീറ്റർ യാത്ര ചെയ്ത് അവിടെ എത്താം. നല്ല സുഖമുള്ള കാലാവസ്ഥ, ഭംഗിയുള്ള പ്രകൃതി. കുളത്തൂപ്പുഴ തെന്മല റൂട്ട് പൊതുവെ നല്ല വഴിയാണ്. പിന്നെ സെന്തുരുണി മഴക്കാടുകൾക്കിടയിലൂടെ കാനന ഭംഗി ആസ്വദിച്ച് വാനരന്മാരെയൊക്കെ കണ്ടുകൊണ്ട് യാത്ര ചെയ്യാം. பார்வை கற்பூர தீபமா, ஸ்ரீவல்லே பேச்சேரும் கல்யாணி ராகமா. பார்வை கற்பூர தீபமா, ശ്രീവല്ലി വാസോം കസ്തൂരി വാസമാ. നിങ്ങൾക്ക് പാടാനറിയോ? എനിക്ക് പാടാനറിയില്ല, പക്ഷേ പാടണമെന്ന് തോന്നി പാടിപ്പോയതാ. ആ പാട്ട് ചിത്രീകരിച്ചൊരു സ്ഥലമുണ്ട്. ആ പാട്ട് മാത്രമല്ല, പുന്നകൈ മന്നൻ, ജെന്റിൽമാൻ, ധാരാളം ആ ലൊക്കേഷനിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഒരു സിനിമ ലൊക്കേഷൻ കാണാൻ പോകുന്നതല്ല കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പ്രാർത്ഥിക്കണം ഉള്ളുരുകി. ഗൃഹാതുരത്വത്തിൻ്റെ മധുരിക്കുന്ന ഓർമ്മകളാണിത്. കൊല്ലം തിരുമംഗലം ദേശീയപാതയും അതിൻ്റെ വശം ചേർന്ന് ആര്യങ്കാവ് സ്റ്റേഷൻ വഴി പോകുന്ന കൊല്ലം ചെങ്കോട്ട മീറ്റർ ഗാരേജ് റെയിൽവേ ട്രാക്കും. കുളത്തൂപ്പുഴ എത്തിയാൽ കടുപ്പത്തിനൊരു ചായ കുടിക്കണം. അപ്പോൾ ഈ നേരത്തെ ഉണർന്ന് യാത്ര തുടങ്ങിയതിൻ്റെ ഹാങ് ഓവർ മാറും. ഇന്നത്തെ യാത്രയിൽ തെങ്കാശി വിശ്വനാഥ ക്ഷേത്രവും പഴയ കുറ്റാലം മെയിൻ ഫാൾസ്, കുറ്റാലം ശിവ ടെമ്പിൾ, പിന്നെ അല്ലറ ചില്ലറ ശിവകാശി ഗ്രാമീണ ഭംഗിയും കണ്ടുവരണം എന്നുണ്ട്. ആദ്യം നമ്മൾ പോകുന്നത് തിരുമലൈ കോവിലിലേക്ക് തന്നെയാണ്. 2 വലിയ മലകൾക്കിടയിലൂടെ നമ്മളിങ്ങനെ മുന്നോട്ട് പോയാൽ 105 മീറ്റർ നീളവും 5 മീറ്റർ ഹൈറ്റുമുള്ള 13 കമാനങ്ങളോട് കൂടിയ 13 കണ്ണറ പാലം കാണാം. കൊളോണിയൽ കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന ഈ റെയിൽവേ പാലം ധാരാളം സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കരിങ്കല്ലും സുർക്കിക്കൂട്ടും ചേർത്ത് പണികഴിപ്പിച്ചിരിക്കുന്ന ഈ മനോഹര പാലം ഗതകാല സ്മരണ ഉണർത്തുന്ന ഒരു ചരിത്ര അവശേഷിപ്പ് കൂടിയാണ്. തെന്മല ഡാമും എക്കോ ടൂറിസം, ദിനോസർ പാർക്ക്, സ്കൾപ്ചർ പാർക്ക് എന്നിവയും ഡിയർ പാർക്കും റോസ്മല, പാലരുവി എന്നിവയും നമ്മൾ മുൻപ് സന്ദർശിച്ചതാണ്. അതിൻ്റെ 4-5 വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. ചെങ്കോട്ട തിരുനെൽവേലി റൂട്ടിലേക്ക് കയറുമ്പോൾ ഊഷരമായ പച്ചപ്പിൻ്റെ ഭംഗി കാണാം. ധാരാളം വയലേലകളും ഗ്രാമജീവിതങ്ങളും കാണാം. അധ്വാനികളായ കർഷകർ, കച്ചവടക്കാർ, ഭക്തന്മാർ, സന്യാസികൾ, ദേശാടനക്കാരെ പോലെ പാതയോരത്ത് അല്ലറ ചില്ലറ വിൽപ്പനകൾ നടത്തുന്നവർ, പിന്നെ ഭിക്ഷാടനം നടത്തുന്നവർ. അങ്ങനെ കാഴ്ച വൈപുല്യം കൊണ്ട് സമ്പന്നമാണിവിടം. അങ്ങ് ദൂരെ ഒരു മലമുകളിൽ ഒരു അമ്പലം കണ്ടോ? അതാണ് മലൈക്കോവിൽ. അവിടേക്കാണ് നമ്മൾ പോകുന്നത്.
അങ്ങനെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ഇവിടെ എത്തി കേട്ടോ. കണ്ടോ, ഇവിടെ ഒരു മനോഹരമായ ആൽമരം, ദൂരെ കാണുന്ന തിരുമലയും തിരുമലൈ കോവിലും. ആ കാണുന്ന തിരുമലൈ വിനായകർ ക്ഷേത്രത്തിന് അടുത്ത് കാണുന്ന ആർച്ചിലൂടെ വാഹനം കടന്ന് മലമുകളിലേക്ക് പോകാം. ചില ഭക്തർ പടി ചവിട്ടി മല കയറുന്നത് കണ്ടു. നല്ല ആയാസമുള്ള മലകയറ്റമാണ്. ഏകദേശം 600 അടി ഉയരത്തിലാണ് അമ്പലം. 625ഓളം പടവുകൾ കയറണം. പിന്നെ ഇടയ്ക്കിടെ നിന്ന് റെസ്റ്റ് എടുത്ത് പോകാൻ കഴിയും. അതാണ് വലിയൊരാശ്വാസം. പൂജാസാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പാണ്. അവർ ചില അടിസ്ഥാന വിവരങ്ങൾ തന്നു. വാഹനം പാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ റൈറ്റ് സൈഡിൽ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അല്ലെങ്കിൽ വിനായക ക്ഷേത്രത്തിൻ്റെ അടുത്തുകൂടി കാണുന്ന ആർച്ചിലൂടെ നമ്മുടെ വാഹനം ഓടിച്ച് മുകളിലേക്ക് പോകാം. അതിന് 50 രൂപ എൻട്രി ഫീ അടയ്ക്കണം. അതുമല്ലെന്നുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള ബസ് സർവീസിൽ 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മുകളിലെത്തിക്കും. ഇങ്ങനെയൊക്കെയാണ്. മുകളിലേക്ക് നമുക്കിനി 2 വഴിയും പോയി നോക്കാം. പടി വഴിക്കും വാഹനം ഓടിച്ചു പോകാൻ പറ്റുന്ന റോഡ് വഴിക്കും. ആ കാഴ്ചകളെ നമുക്ക് കാണാം. ഹിൽ ടോപ്പിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യമുണ്ട്. കോട വീണ് കിടക്കുന്നതിനാൽ മലയ്ക്ക് ചുറ്റുമുള്ള കാഴ്ചകൾക്ക് ക്ലാരിറ്റി കുറവുണ്ട്. കുറച്ചുകൂടി വെയിൽ വീഴുമ്പോൾ ഫോഗ് മാറും എന്ന് വിശ്വസിക്കുന്നു. അമ്പലവും ശ്രീകോവിലും രാജഗോപുരവും മുഖമണ്ഡപവും ഒക്കെ പാണ്ഡ്യകാലത്തെ ശില്പഭംഗി അനുസ്മരിപ്പിക്കുന്നു. കിഴക്കോട്ട് ദർശനമുള്ള ശ്രീകോവിലിൻ്റെ വലതുവശത്ത് ഒരു ഗണപതി ക്ഷേത്രം ഉണ്ട്. അത് നല്ല ഉയരത്തിലാണ്. സ്റ്റെപ്പ് കയറി വേണം അതിലും എത്താൻ. അതിൻ്റെ അടുത്ത് തന്നെയാണ് ഇടതുവശത്തായിട്ട് ഒരു പത്മ തീർത്ഥക്കുളമുള്ളത്. ആ കുളത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അഗസ്തീശ്വരന് ശ്രീ മുരുകൻ ദർശനം കൊടുത്തത് ഇവിടെ വെച്ചാണ് എന്നാണ് ഐതിഹ്യം. ഈ കുളത്തിന് അഷ്ടപത്മകുളം എന്നൊരു പേരുണ്ടത്രേ. ഇവിടെ ശ്രീമുരുകൻ പ്രത്യക്ഷപ്പെട്ട കഥ ചെറുതായൊന്ന് പറയാം. തമിഴ് ഭക്തിമാർഗത്തിലെ 18 സിദ്ധകളിൽ ഒന്നാമനാണ് അഗസ്ത്യർ. സിദ്ധയോഗിയാണ് അഗസ്ത്യൻ. അമരത്വം നേടിയ ആളാണ് സിദ്ധകൾ. അഗസ്ത്യദേവൻ്റെ തപസ്സിൽ സംപ്രീതനായ ഭഗവാൻ ഗുരുതത്വം അരുളിയത് ഇവിടെ വെച്ചാണ്, ഈ അമ്പലത്തിൽ വെച്ച്. അതാണ് ഇതിൻ്റെ വിശ്വാസം. അഗസ്ത്യരുടെ ജീവസമാധിയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. അദ്ദേഹത്തിൻ്റെ ശിഷ്യനും സിദ്ധർകളിൽ ഏറ്റവും അനുഗ്രഹീതനുമായ ഭോഗർ സിദ്ധറാണ് പളനിമലയിൽ നവപാഷാണങ്ങളിൽ മുരുകപ്രതിഷ്ഠ നടത്തിയത്. സിദ്ധക്ഷേത്രങ്ങളിൽ നാം പോകുമ്പോൾ അതീവ ഭക്തിയോടെ വേണം പോവാൻ. കാരണം അതെല്ലാം ജീവപ്രതിഷ്ഠകളാണെന്നുള്ളതാണ്. ഈ മനോഹര ക്ഷേത്രം പണി കഴിപ്പിച്ചത് തിരുവരുത്ത് ശെൽവർ ശിവകാമി അമ്മയാറാണ് എന്ന് പറയപ്പെടുന്നു. അരുണഗിരിനാഥർ എന്ന സിദ്ധയോഗി ഈ ക്ഷേത്രത്തെക്കുറിച്ച് ധാരാളം പാടലുകൾ എഴുതിയിട്ടുണ്ട്. അയ്യനപ്പുത്തൂർ സുബ്ബയ്യയുടെ കൃതികളിലും ഈ മുരുകക്ഷേത്രത്തെക്കുറിച്ച് അത്ഭുതകരമായ വിവരണങ്ങളുണ്ട്. അമ്പലത്തിൻ്റെ പിൻവശത്ത്
ഇടതുവശത്തായി ഒരു കാളിയമ്മൻ ക്ഷേത്രമുണ്ട്. അതുപോലെ ഈ കുളത്തിൻ്റെ അടുത്ത് തന്നെ ആ പടർന്നു നിൽക്കുന്ന വലിയ മരച്ചോട്ടിൽ, അതൊരു പുളിമരമാണെന്നാണ് തോന്നുന്നത്, അവിടെ സപ്തകന്യകളുടെയും നാഗരുടെയും പ്രതിഷ്ഠ കണ്ടു. അങ്ങനെ ഈ തപോഭൂമിയിലൂടെ ചുറ്റി നടന്ന് കാണുമ്പോൾ, ഈ അഷ്ടപത്മ കുളത്തെ ദർശിക്കുമ്പോൾ, ഈ മനോഹരമായ പ്രകൃതിയെ അടുത്തറിയുമ്പോൾ, ഈ കാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി തിരികെ വരുമ്പോൾ ഒക്കെ നമ്മുടെ ജീവചൈതന്യവും ആത്മചൈതന്യം ദേവചൈതന്യവുമായി ഒന്നാകുന്നതിൻ്റെ, അല്ലെങ്കിൽ ഒന്നായി നിലനിൽക്കുന്നതിൻ്റെ ഒരു നിശ്ചലത, ഒരു ശാന്തി, ഒരു സമാധാനം നന്നായി അറിയാൻ കഴിയുന്നുണ്ട്. വെറുതെ പറയുന്നതല്ല. ഈ പ്രപഞ്ചം കൈകോർത്തു നിൽക്കുന്ന ഒരു ശാന്തിയുടെ കവാടം, മനസ്സമാധാനത്തിൻ്റെ ഒരു ഏകരൂപ്യമായിട്ടുള്ള, ഒരു യൂണിക്കായിട്ടുള്ള ഒരു സ്ഥലം എന്ന രീതിയിലാണ് എനിക്ക് ഇത് അനുഭവിക്കാൻ കഴിയുന്നത്. ഈ മുഖമണ്ഡപത്തിൽ രാജഗോപുരത്തിൽ കാണുന്ന ശില്പം പോലെ തന്നെയാണ് അകത്തെ പ്രതിഷ്ഠയും. 9 മണിക്ക് അകത്താണ് അവിടെ എത്തിയത് എന്നുള്ളതുകൊണ്ട് അമ്പലത്തിൽ കയറി തൊഴാൻ കഴിഞ്ഞു. മാത്രമല്ല അവിടെ ഒരു കോണിലിരുന്ന് കുറേ നേരം ധ്യാനിക്കാനും കഴിഞ്ഞു. വളരെ സന്തോഷം തോന്നുന്നു ഈ ഒരു യാത്ര. ഈ ഓർമ്മ സമ്മാനിച്ച അനുഗ്രഹം എന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്നതുമാണ്. അങ്ങനെ അമ്പലത്തിൻ്റെ ചുറ്റുമുള്ള പ്രദേശത്തെ കാഴ്ചകൾ ഇതുപോലെ കുറച്ചൊന്ന് തെളിഞ്ഞിട്ടുണ്ട്. മുൻപ് വളരെയധികം മൂടൽമഞ്ഞായിരുന്നു. ഈ കാണുന്ന പാറമേൽ നിന്നാണ് അല്ലു അർജുൻ്റെ ആ പാട്ട് സീൻ ഷൂട്ട് ചെയ്തത്. ഇവിടെ മാത്രമല്ല കേട്ടോ, ഈ ഭാഗത്താകെ മുൻപ് ഞാൻ പറഞ്ഞതുപോലെ പശ്ചിമഘട്ട താഴ്വരയിലാകെ മനോഹരമായ വിഷ്വൽസ് നൽകുന്ന ധാരാളം ഫ്രെയിംസ് ഉണ്ട്. ഇവിടുത്തെ കൊത്തുപണികളൊക്കെ വളരെ മനോഹരമാണ്. അത് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഈശ്വര ചൈതന്യത്തിൻ്റെ സാന്ത്വന സാമീപ്യമറിഞ്ഞ് കർമ്മകാണ്ഡത്തിൻ്റെ പ്രാരബ്ധ ദുഃഖങ്ങളിൽപ്പെട്ട് വ്യസനിക്കുന്ന ജനകോടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കുറേ നേരം ഇവിടെ കാറ്റേറ്റു നടക്കാം. തിരക്കൊഴിഞ്ഞ സായാഹ്നങ്ങൾ സ്വർഗതുല്യമാണ് എന്ന് അനുമാനിക്കാം. കൽപ്പടവുകൾ പാറമേൽ കൊത്തിയുണ്ടാക്കിയവയാണ്. പ്രായഭേദമന്യേ ചില ഭക്തർ നടന്നു വരുന്നുണ്ട്. തമിഴ് ഭാഷ സംസാരിക്കുന്ന തദ്ദേശീയരായ ആൾക്കാരാണവർ. അന്യസ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നവർ അമ്പലം കാണാൻ ജസ്റ്റ് വരികയാണെങ്കിൽ അവർ വാഹനത്തിലൂടെ നേരെ മുകളിലേക്ക് വരുന്നത് കണ്ടു. ഈ യാത്ര വളരെ ധന്യത നിറഞ്ഞതാണ്. ഇനിയും വരാൻ തോന്നുന്നു എന്ന് പറയുന്നതാണോ, അതോ ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല എന്ന് പറയുന്നതാണോ ശരി എന്നറിയില്ല. കാഴ്ച ഭംഗിയും ഭക്തിയും ഒത്തിണങ്ങിയ മനോഹരമായ ഒരു തീർത്ഥസ്ഥാനം ദർശിച്ച സന്തോഷത്തിൽ തന്നെ നമുക്ക് മറ്റൊരിടത്തേക്ക് ഇനി യാത്ര തുടരാം. സ്നേഹസംഭാഷണങ്ങളിൽ കൂട്ടുകൂടിയ സഹയാത്രികർക്ക് വിനയാന്വിതമായ 1000 നന്ദി. സാഫ്രോൺ.